നമ്മുടെ ഡൽഹി യാത്രകളിൽ നമ്മൾ പ്രധാനമായിട്ടും ഉൾപ്പെടുത്തുന്ന രണ്ട് സ്ഥലങ്ങളാണ് നമ്മുടെ ഡൽഹി ജമാ മസ്ജിദും അതുപോലെ തന്നെ റെഡ് ഫോർട്ടൊക്കെ. എന്നാൽ ഈ റെഡ് ഫോർട്ടും ജമാ മസ്ജിദൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലൊരു സ്പോട്ടിലെത്താൻ പറ്റും. അതാണ് നമ്മുടെ യമുനാഘട്ട്. യമുനാഘട്ടിൻ്റെ സൂര്യോദയം എന്ന് പറയുന്നത് ഡൽഹിയിലെ ഏറ്റവും മനോഹരമായ സൂര്യോദയങ്ങളിലൊന്നാണ്, പ്രത്യേകിച്ച് വിൻ്ററിൽ. അപ്പോൾ ജമാ മസ്ജിദിലോട്ടൊക്കെ യാത്രകൾ പ്ലാൻ ചെയ്യുന്നവർ ഒന്ന് നേരത്തെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ മനോഹരമായ സ്ഥലത്തെത്താൻ ഈ ഒരു സംഭവം നമുക്ക് ഭയങ്കരമായിട്ട് ആസ്വദിക്കാം. ഈ സ്ഥലത്തിൻ്റെ ജസ്റ്റ് ഒരു റീൽ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് ആളുകൾ PM-ലൊക്കെ ചോദിച്ചിട്ടുണ്ട് എവിടെയാണ് ഇതിൻ്റെ ലൊക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത് ജമാ മസ്ജിദിൻ്റെ ഒക്കെ അടുത്ത് തന്നെയാണ്. ഇതുപോലെ തന്നെ ഗൂഗിളിൽ യമുനാഘട്ട് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നിങ്ങൾ ലൊക്കേഷനിലെത്തും. വെറും 100 രൂപയാണ് ഒരാൾക്ക് ബോട്ടിന് അവർ മേടിക്കുന്നത്. ആകെയുള്ള ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളം അത്ര ക്ലീൻ അല്ലാത്തതുകൊണ്ട് ചെറിയൊരു സ്മെല്ലുണ്ടാവും. ബാക്കി എല്ലാം അടിപൊളിയാണ്. ചുവന്ന നിറത്തിലുള്ള ഒരു സൂര്യനും കുറേ പക്ഷികളൊക്കെ ആയിട്ട് ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ശരിക്കും മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണ്. അപ്പോൾ ഈ ഡൽഹി യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ മറക്കണ്ട. ഞാൻ എന്തായാലും ഡൽഹി തന്നെ ഉണ്ട് കുറച്ച് കാലമായിട്ട്. അപ്പോൾ ഡൽഹിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡൽഹി യാത്ര പ്ലാനുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കഴിയുന്ന രീതിയിലൊക്കെ സഹായിക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.